my dears, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഇമ്പോർട്ടന്റ് എന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കേ. ഓണ പരീക്ഷ മാത്രമല്ല കേട്ടോ, ഏതൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് 100% ഉറപ്പാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഏത് ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്? സെപ്പറേഷൻ ഓഫ് കമ്പോണൻറ്റ്സ് ഓഫ് മിക്സ്ചേഴ്സ്, അല്ലെ, മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കുക എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുത്തു പറയുകയാണ്, ഈ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാനും സാധിക്കും കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ നമ്മൾ വേർതിരിക്കാറുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ചായയിൽ നിന്ന് ചായച്ചണ്ടി വേർതിരിക്കാറുണ്ട്, അല്ലെ? നമ്മൾ അരിപ്പ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ്, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാറുണ്ട്. ഇതും ഒരു എക്സാമ്പിൾ തന്നെയാടാ. ഇതേപോലെ സിമ്പിൾ ടെക്നിക്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തും പഠിക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 6 സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ 6 മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ധാരണ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മെയിൻ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. സെപ്പറേറ്റിംഗ് ടീ ഡഗ് ഫ്രം ടീ, അല്ലെ, ചായയിൽ നിന്നും ചായച്ചണ്ടി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് അരിപ്പ, അല്ലെ, നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് റിമൂവിങ് സ്റ്റോൺസ് ഫ്രം റൈസ്. എന്താണ്? അരിയിൽ നിന്ന് കല്ല് നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ മെത്തേഡ്സ് അല്ലേ? നമുക്ക് സിമ്പിൾ മെത്തേഡ്സും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് മെത്തേഡ്സും ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? യെസ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹാൻഡ് കൊണ്ട് നമ്മൾ പിക്ക് ചെയ്ത് കളയുന്നു. ഹാൻഡ് പിക്കിംഗ് തന്നെയാണല്ലേ. എന്താ നമ്മൾ ചെയ്യുന്നത്? കൈ കൊണ്ട് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണ്? യെസ്, സെപ്പറേറ്റിംഗ് ഹസ്ക് ഫ്രം പാഡി. ഓക്കെ, എന്താണ്? നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. ഈ ഒരു എക്സാമ്പിൾ പല വട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മിഡ് ടേം പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ മെത്തേഡ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? യെസ്, അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഇസ് വിനോയിങ്. ശ്രദ്ധിക്കണേ, നമ്മൾ എന്താണ് മലയാളത്തിൽ ചേറുക എന്നാണ് പറയുക. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഹസ്കും അതുപോലെ തന്നെ പാഡിയും എടുത്ത് നമ്മൾ ചേർന്ന സമയത്ത് വെയിറ്റ് കുറഞ്ഞ ഹസ്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലേ? അപ്പൊ മുറത്തിന്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് വേണ്ട പാഡി പാർട്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? വിനോയിങ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പോകുന്നത് കുറച്ചും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 6 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലുള്ള ഫസ്റ്റ് മെത്തേഡ് ആണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. മലയാളത്തിൽ എന്താണ് പറയുന്നത്? സ്വേദനം എന്നാണ് പറയുന്നത്. ഏത് ടൈപ്പ് ഓഫ് മിക്സ്ചറാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുക എന്ന് ആദ്യം നമുക്ക് അറിയണം. നമുക്ക് നോക്കാം, അല്ലേ? When one component is volatile and the other is non-volatile under the same conditions, they can be separated using distillation. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിശ്രിതത്തിലെ ഒരു ഘടകം വോളറ്റൈൽ ആയിരിക്കണം, അടുത്തത് നോൺ വോളറ്റൈൽ ആയിരിക്കണം. എന്താണ് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ? നമുക്ക് മലയാളത്തിൽ ഇതും കൂടി വായിച്ചു നോക്കിയാലോ. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായ മിശ്രിതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? സ്വേദനം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കുന്നു. അതായത് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോലെ ബാഷ്പീകരിക്കും. സോൾട്ട് ഇവാപറേറ്റ് ചെയ്യോ? ഇല്ല. സോൾട്ട് അവിടെ എന്താണ്? അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അത് ബാഷ്പീകരണം സ്വഭാവം ഇല്ലാത്തൊരു വസ്തുവാണ്. സോ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മിക്സ്ചറെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് എന്താണ്? സോൾട്ട് സൊല്യൂഷൻ ആണ്. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വാട്ടർ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാപറേറ്റ് ചെയ്ത് കണ്ടൻസർ വഴി പോകുമ്പോൾ കണ്ടൻസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമുക്ക് സോൾട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അല്ലേ? ഇതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്? അസറ്റോൺ ആൻഡ് വാട്ടർ ആണ്. ഏതാണ്? അസറ്റോൺ ആൻഡ് വാട്ടർ. അപ്പൊ നിങ്ങൾ പറയും, മിസ്സേ ഇത് രണ്ടും ബാഷ്പീകരണ സ്വഭാവമുള്ള എക്സാമ്പിൾസ് അല്ലേ? അസറ്റോണും നമ്മൾ ചൂടാക്കുമ്പോൾ വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, വാട്ടറും നമ്മൾ ചൂടാക്കുമ്പോൾ വേപ്പറൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന പ്രോപ്പർട്ടി എന്താണ്? ഡിസ്റ്റിലേഷൻ ഇസ് യൂസ്
used when there is a large difference in boiling point of the component of mixture. ഒരു മിശ്രിതത്തിൽ രണ്ട് ദ്രാവകങ്ങളുണ്ട്, ശ്രദ്ധിക്കണേ, രണ്ട് ദ്രാവകങ്ങളുണ്ട്, അവർ രണ്ടും തമ്മിലുള്ള തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ഡിഫറൻസ് ആണെങ്കിലും നമുക്ക് എന്ത് മെത്തേഡ് ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ മെത്തേഡും ഉപയോഗിക്കാം. സോ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ രണ്ട് തരത്തിലുള്ള മിശ്രിതങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ. ശ്രദ്ധിക്കണം, മിസിബിൾ ലിക്വിഡ്സ് ആണ്, മിസിബിൾ ലിക്വിഡ്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? സ്വേദനം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിന്റെ തിളനില, ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അസറ്റോണിന്റെ തിളനില എത്രയാണ് വരുന്നത്? അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് ഇറ്റ് ഇസ് 56 ഡിഗ്രി സെൽഷ്യസ്. നോക്കിക്കേ, ഒന്ന് 100 ഡിഗ്രി സെൽഷ്യസുമാണ്, ഒന്ന് 56 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ? ഈ മിക്സ്ചർ ഞാൻ എടുത്തു നേരത്തെ പോലെ തന്നെ ഞാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യണേ. ആരായിരിക്കും ഫസ്റ്റ് വേപ്പറൈസ് ആവുന്നത്? ബാഷ്പീകരിക്കുന്നത് ആരാണ്? യെസ്, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ അസറ്റോൺ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരികയാണ്. 10, 20, 30, 50, 56 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള അസറ്റോൺ വേപ്പറൈസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻസർ വഴി എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് അസറ്റോണിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. വാട്ടർ എന്താണ് ചെയ്യുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് വാട്ടർ വേപ്പറൈസ് ആവുന്നത് കേട്ടോ. സോ ഈ രണ്ട് മെത്തേഡും, ഈ രണ്ട് എക്സാമ്പിൾസും ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് ഇസ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താണ്? ആംശിക സ്വേദനം. എടാ, ഫ്രാക്ഷണൽ എന്നൊരു ടേം അല്ലേ അവിടെ എക്സ്ട്രാ വന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ സ്വേദനത്തിന്റെ കൂടെ ആംശിക സ്വേദനം, ആംശിക എന്ന് പറയുന്ന ഒരു വാക്കാണ് കൂടി വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ആ ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കേ, അവിടെ എന്താ വ്യത്യാസം? അവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലെ? എന്താണ്? ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം അവിടെ എക്സ്ട്രാ വന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. എന്തിനായിരിക്കും ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം നമ്മൾ ഉപയോഗിക്കുന്നത്? എന്ത് ടൈപ്പ് ഓഫ് മിക്സ്ചർ ആയിരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്നത്? നോക്കാം അല്ലെ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ is used when there is only a small difference between the boiling point of the component of mixtures. ശ്രദ്ധിക്കുക, മിസിബിൾ ലിക്വിഡ്സ് ആണ്, കൂടിക്കലരുന്ന ദ്രാവകങ്ങളാണ്. എന്നാൽ ഇവ തമ്മിലുള്ള എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്. എന്താണ്? തിളനിലയുടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ, സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. മിശ്രിതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ആംശിക സ്വേദനം ഉപയോഗിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഏത്? യെസ്, എത്തനോൾ ആൻഡ് മെത്തനോൾ മിക്സ്ചർ അല്ലെ? എത്തനോളും മെത്തനോളും ഞാൻ എടുത്തു, അത് രണ്ടും ഞാൻ മിക്സ് ചെയ്തു. ഇനി നിങ്ങളത് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? അല്ല. കാരണം നോക്കിക്കേ, എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ ചെറുതാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു. നേരത്തെ പോലെ തന്നെ നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ മിക്സ്ചർ എടുത്തു, നന്നായിട്ട് ഹീറ്റ് ചെയ്യാണ്, തിളപ്പിക്കുകയാണ്. ടെമ്പറേച്ചർ 100 എത്തി, 10 എത്തി, 20 എത്തി, 25 എത്തി, 35 എത്തി, 45 എത്തി, 65 എത്തി. ആദ്യം വേപ്പറൈസ് ആവുന്നത് ആരാണ്? മെത്തനോൾ ആണ് അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? യെസ്, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോള് വേപ്പറൈസ് ചെയ്യുന്നു, ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ പാസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കണ്ടൻസറിന്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് മെത്തനോളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ? at 78 ഡിഗ്രി സെൽഷ്യസ് വാട്ട് ഹാപ്പൻസ്? 78 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴത്തേക്കും നമ്മുടെ എത്തനോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ ഇവാപറേറ്റ് ചെയ്യും അല്ലേ? ഇവാപറേറ്റ് ചെയ്തിട്ട് കണ്ടൻസർ വഴി നമ്മൾ ആദ്യം മെത്തനോളിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തനോളിനെയും അതേ മെത്തേഡിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഫ്രാക്ഷനേറ്റിംഗ് കോളം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ആംശിക സ്വേദനം നമ്മൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഹാവ് ടു ബി ലെസ്. ഈ ഒറ്റ എക്സാമ്പിളെ നമുക്ക് പഠിക്കാനുള്ളൂ. ദ മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് മെത്തനോൾ, അത് സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു
ഒരു കോർണറിൽ ഒരു ടേബിളിനകത്ത് തന്നൊരു പിക്ചറാണ് ഇത് അല്ലെ. എന്താണ്? ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്കും ആവശ്യമായ സബ്സ്റ്റൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതും എന്തുപയോഗിച്ചിട്ടാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കുക, ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ് കെറോസിന്, പെട്രോള്, ഹെവി ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഡീസൽ, ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. നമുക്കറിയാം പെട്രോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, കെറോസിൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, രണ്ടും സെപ്പറേറ്റ് യൂസസ് ആണല്ലേ. യെസ്, അപ്പോൾ ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തന്നെയാണ്. നമ്മൾ പഠിച്ച ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തന്നെയാണ്. ദ റീസൺ എന്തായിരിക്കും? അവരുടെ തിളനിലകൾ തമ്മിൽ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കുറവായത് കൊണ്ടാണ്. സെറ്റാണ്. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു മൂലക്ക് തന്നാലും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാറുമുണ്ട്. ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും നമുക്ക് 4 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? സെപ്പറേറ്റിംഗ് ഫണൽ പഠിക്കാനുണ്ട്, സബ്ലിമേഷൻ ടെക്നിക്ക് പഠിക്കാനുണ്ട്, ക്രൊമാറ്റോഗ്രഫി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗേഷൻ പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, മിക്സ്ചറിന്റെ സവിശേഷത എന്താണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നാളത്തെ ലൈവിൽ, നാളെ ഷാർപ്പ് 7 o'clock യൂട്യൂബിൽ ഏഗൻ ക്ലാസ് 8 നിങ്ങളുടെ ലച്ചുമേഴ്സ്, അതായത് ഞാൻ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ 1 ഷോട്ട് റിവിഷൻ ആണ് വരുന്നത്. സോ ഐ ഹോപ്പ് എൻ്റെ എല്ലാ മക്കളും നാളത്തെ ലൈവിൽ ജോയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. ഒരു വാക്ക് ഞാൻ തരാം, നാളത്തെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിനെ അന്വേഷിച്ച് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കൺസെപ്റ്റും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. മിഡ് ടേം പരീക്ഷയാവട്ടെ, ഓണപരീക്ഷയാവട്ടെ, എൻ്റെ മക്കൾക്ക് നന്നായിട്ട് എഴുതാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. സോ നാളത്തെ ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നാളത്തെ ലൈവിൽ കാണാം. സീ യു സൂൺ. ബൈ.